സാക്ഷാൽ പരമേശ്വരൻ്റെ മൂന്നാം കണ്ണിനെ ഇമാജിൻ ചെയ്തുകൊണ്ട് ത്രാടകയിൽ എംബഡി ചെയ്യുക എന്നുള്ളതാണ്. കണ്ണ് ഓപ്പൺ ചെയ്യുന്നതിനൊരു 10 മിനിറ്റ് മുമ്പ് നമ്മുടെ കണ്ണുകളിലേക്ക് ഒരുപാട് പർപ്പിൾ ലൈറ്റ്സ് വരും. ആ പ്രകാശത്തിനെടുത്ത് ഇപ്പുറത്ത് വയ്ക്കാൻ പറ്റും, ഇവിടുന്ന് ഇടത് വയ്ക്കാൻ പറ്റും, അതുപോലെ എടുത്ത് നമുക്ക് നേരെ നമ്മുടെ തേടയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കണ്ണിനെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണ്. ഇതിലെ ദീപത്തിന് ഈ ചിരാതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് പേര് വിളിച്ചിട്ട് മഹാദേവൻ്റെ പ്രസൻസ് ഉണ്ട്, ഡമരു കാണാൻ പറ്റുന്നുണ്ട്, അവർക്ക് ദശനാദങ്ങൾ കേൾക്കാൻ പലർക്കും പറ്റുന്നുണ്ട്. പല കോൾസും എനിക്ക് വരാറുണ്ട്. ഈ കമൻസ് തന്നെ ഒത്തിരി പേരുണ്ട്. പ്രതിഭേട്ടൻ ഈ ത്രാടകം ശിവത്രാടകം പ്രാക്ടീസ് ചെയ്യുന്നോണ്ടിട്ടാണോ പ്രതിഭേട്ടന്റെ കണ്ണിൽ എപ്പോഴും ഒരു തെളിച്ചവും നമുക്കൊരു ചൈതന്യവും ആ കണ്ണ് കാണുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആ ഒരു പ്രകാശം നമുക്ക് ഫീൽ ചെയ്യും? എല്ലാവരുടെ കണ്ണുകളിലും നമുക്കത് കാണാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഈ ഗുരുക്കന്മാരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും അതുണ്ടാകും. അവർ സാധന ചെയ്യുന്നവരായിരിക്കും, പല പല ടെക്നിക്ക് ചെയ്യുന്നവരായിരിക്കും. ഇത് ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ട് അത് വരും, ഉറപ്പായിട്ടും വരും. അത് ഏതൊരാൾക്കും ചെയ്യാം. പൂർണ്ണമായിട്ട് ഉറക്കം കിട്ടും, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. ഈവൻ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞതെന്ന് തോന്നുന്നവർ ഇത് ചെയ്യൂ, മാറ്റം വരും. പക്ഷേ സ്ട്രെയിൻ ചെയ്യിപ്പിക്കരുത്. കണ്ണിനെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണ്. ഇതാണ് ബാഹ്യത്രാടകം. ഈ ബാഹ്യത്രാടകം കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 ചിരാത് വയ്ക്കാം. 2 ചിരാത് വെച്ചിട്ട് ഒരു ചിരാതിൽ ദീപം ഉണ്ടാകണം, ഒരു ചിരാത് ദീപം ഇല്ല. എന്നിട്ട് ഈ ചിരാതിൽ നോക്കി മാത്രം ഇരുന്നിട്ട് നമ്മളുടെ കണ്ണടയ്ക്കുന്നതിൻ്റെ ഡ്യൂറേഷൻ കുറയും. നമ്മൾ കുറേ സമയം നോക്കിയിരുന്നിട്ട് ഇതിലെ ദീപത്തിന് ഈ ചിരാതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് തന്നെ ആദ്യം നോക്കിയിരുന്ന് കണ്ണ് തുറന്നിരുന്ന് ചെയ്യാം. ചില ആൾക്കാർ കണ്ണ് തുറന്നതും ചെയ്യും, കണ്ണടച്ചും ചെയ്യും. കണ്ണ് തുറന്നിരുന്ന് ആദ്യം ചെയ്യുക ബിഗിനേഴ്സ് ആണെങ്കിൽ. ഒരു ലേറ്റർ സ്റ്റേജിലേക്ക് മാത്രം കണ്ണടച്ചും ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും ചെയ്തിരുന്നിട്ട് ഈ ഒരു ചിരാതിലെ ഇടത് സൈഡിലിരിക്കുന്ന ചിരാതിലെ ദീപത്തിനെ വലത് സൈഡിലെ ചിരാതോ വിളക്കോ എന്തോ ആയിക്കോട്ടെ, വാട്ടെവർ, അത് അവരുടേതായിട്ടുള്ളൊരു കൺവീനിയൻ്റ് ആണ്. പക്ഷേ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ ലെവലിലായിരിക്കണം. ആ വിളക്കും ഈ ചിരാതും നമ്മുടെ കണ്ണിൻ്റെയും ലെവൽ സ്ട്രെയിറ്റ് ആയിരിക്കണം. തല താഴാൻ പാടില്ല, തല ഉയരാൻ പാടില്ല. പ്രോപ്പർ ഷോൾഡർ പൊസിഷനിൽ മാത്രം ഇരുന്ന് ഇങ്ങനെ ചെയ്യുക എന്നുള്ളതായിരിക്കണം. അതായത് ഒരു വസ്തുവിൽ കുറേ സമയം കണ്ണിന് സ്ട്രെയിൻ കൊടുക്കാതെ നോക്കിയിരിക്കാൻ പറ്റിയാൽ, പ്രകാശമയമുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രകാശപൂരിതമാകുമെന്നൊരു സയൻറ്റിഫിക് തിയറി തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ടെൻഷനും ഇല്ലാതെ മൊബൈലൊക്കെ മാറ്റി വെച്ച് ഒരു 10-15 മിനിറ്റ് ഇരിക്കാൻ പറ്റിയാൽ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരും. അത് അനുഭവിച്ചെന്നറിയുക, അല്ലാതെ ആരും പ്രഷർ ചെയ്യേണ്ടതല്ല. ഈ പറയുന്ന ലേറ്റർ സ്റ്റേജിലെ 2 ചിരാതിലേക്കും ദീപത്തിന് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ ക്യാപ്പബിലിറ്റി, ഇന്നർ സ്ട്രെങ്ത് അതുപോലെയാവും. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം അതെ, ഒരു ചിരാതിലുള്ള ദീപത്തിന് നമുക്ക് ഈ ചിരാതിലുള്ള ദീപത്തിലേക്ക് അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റും. അതെ അതെ. സോ കുറച്ച് കഴിയുമ്പോൾ 2 ചിരാതിലും ദീപമുള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ? ഇത് ആദ്യത്തെ സ്റ്റേജ് കണ്ണ് തുറന്നിട്ടാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആവും. അപ്പോൾ നമുക്ക് പല ഇമേജസും കാണാൻ പറ്റും. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ ഈ കണ്ണ് തുറന്നിരിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് നമുക്ക് അതിനകത്ത് നമ്മൾ ഈ അസ്റ്റൽ ട്രാവലൊക്കെ പോകുന്ന സമയങ്ങളിൽ ഒരു 4 hours കണ്ണടച്ചിരിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. ഒരു 4 hours കണ്ണടച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്ത് പിന്നെ അത് 1 day കണ്ണടച്ചിരിക്കും. ഞാനൊക്കെ തലേ ദിവസം രാത്രി കണ്ണ് കെട്ടിയിട്ട് പിറ്റേ ദിവസമാണ് കണ്ണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ടീംസ് എല്ലാവരും ഉണ്ടാവും. ഈവൻ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അവർ നമ്മൾ അസിസ്റ്റ് ചെയ്യും. നമ്മൾ പറയും മഗ് എവിടെയാണ്, ബക്കറ്റ് എവിടെയാണ്, സോപ്പ് എവിടെയാണ്, അല്ലെങ്കിൽ ലിക്വിഡ് എവിടെയാണ്, ടവൽ എവിടെ, എല്ലാം കാണിച്ചു തരും. പിന്നെ നെക്സ്റ്റ് ഡേ കഴിക്കുന്ന സമയം മുതൽ എവിടേക്കാണെന്ന് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ കണ്ണുണ്ടായിരുന്നത് കണ്ണില്ലാതെ നമ്മളിങ്ങനെ നടന്നു പോയി ഓരോ കാര്യങ്ങളും ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കും. അത് എല്ലാവരും ചെയ്യുന്നതാണ്, ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എല്ലാ മാസവും ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. വാഗമണിൽ വെച്ചിട്ട് എല്ലാ മാസവും നമ്മൾ ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. കൊടുക്കുന്ന സമയങ്ങളിൽ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നും വരും. അപ്പോൾ അടയ്ക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ അസ്റ്റൽ ട്രാവലൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയോ കണ്ണ് ഓപ്പൺ ചെയ്യുന്നതിനൊരു 10 മിനിറ്റ് മുമ്പ് നമ്മുടെ കണ്ണുകളിലേക്ക് ഒരുപാട് പർപ്പിൾ ലൈറ്റ്സ് വരും. നമ്മൾ കണ്ണ് ഓപ്പൺ ചെയ്യുന്ന പുറത്ത് വെച്ചിട്ടാണ്. പർപ്പിൾ ലൈറ്റ്സ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസാണ്. അൾട്ടിമേറ്റ്ലി എൻ്റെ വീഡിയോ ക്ലിപ്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട്.
ഞാൻ കണ്ണ് തുറക്കണ്ടെന്ന് പറഞ്ഞു. അതായത് ഭയങ്കര രസമാണ്. കണ്ണിലിങ്ങനെ ഒരുപാട് ലൈറ്റ്സ് വന്നിട്ട് ഇങ്ങനെ നമ്മൾ കണ്ണില്ലാതിരിക്കുന്നത് എന്ത് സുഖമെന്ന് ഇങ്ങനെ ആനന്ദമായി പോകുന്നവരൊക്കെ പറയില്ലേ. ഓക്കെ. ഈ ഞാൻ പലയിടത്തും ഈ ക്യാപ്ഷൻസ് കണ്ടിട്ടുണ്ട്. പ്രൊമോഷൻ സമയത്ത് പല ക്യാപ്ഷൻസും ഞാൻ വായിക്കാറുണ്ട്. ആനന്ദഭരിതമായ ജീവിതം ആനന്ദപൂർണ്ണമാവും എന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആനന്ദം ഞാൻ അറിയുന്നത് അന്നായിരുന്നു. ബാക്കി എന്ത് മെറ്റീരിയൽ ഉണ്ടെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും ഇത് വേറൊരു ആനന്ദമാണ്. അപ്പോൾ ഈ യോഗ ഗുരുക്കന്മാരും എല്ലായിടത്തും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കും, ആനന്ദപൂരിതമാകും. വളരെ കറക്റ്റാണത്. ഈ സദ്ഗുരുവിൻ്റെ പ്രവചനങ്ങളും സദ്ഗുരുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കിയാൽ പലയിടത്തും ആനന്ദപൂരിതമാകും, ആനന്ദഭരിതമാകും. അപ്പോൾ ശരിക്കും ആനന്ദമാണത് നമ്മളറിയുന്നത്. അപ്പോൾ ഈ അതുപോലെയാണ് ഈ കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ ഈ പറയുന്നത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭയങ്കരമായൊരു ലൈറ്റ് നമുക്കുണ്ടാവും. ഈ ലൈറ്റിൽ നമുക്ക് രണ്ട് ലൈറ്റിനെയും, അത് രണ്ട് പ്രകാശത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ പ്രകാശത്തിനെടുത്ത് ഇപ്പുറത്ത് വയ്ക്കാൻ പറ്റും, ഇവിടുന്ന് ഇടത് വയ്ക്കാൻ പറ്റും. അതുപോലെ എടുത്ത് നമുക്ക് നേരെ നമ്മുടെ തേടയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എവിടേക്ക് വേണോ പ്ലേസ് ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ശിവോഹ ത്രാടകം എന്ന് പറയുന്നത്, ഈ ത്രാടകം പ്രാക്ടീസ് ചെയ്യുകയോ ഇല്ലയോ അതെല്ലാം ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായ സംഭവമാണ്. ശിവോഹത്തിൻ്റെ സിംബോളിക് വെർഷൻസ് ഉണ്ട്. അതായത് ഇപ്പം നോർമലി കൊടുക്കുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു 7 ദിവസം അവർക്ക് വീട്ടിൽ ചെയ്യേണ്ട ഒരു സിസ്റ്റം കൊടുക്കും, ഒരു എനർജി എൻഹാൻസ്മെൻറ്റ് സിസ്റ്റം കൊടുക്കും. അത് കഴിഞ്ഞാൽ ഒരു 7 ഡേയ്സോ 21 ഡേയ്സോ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ കൊടുക്കും. ആ പ്രൊസീജിയർ കഴിയുമ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ അനുഭവമാണ്, അവരെന്നെ വിളിക്കും. അതിനുശേഷം കൊടുക്കുന്നത് നൈറ്റിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കും, ഒരു 41 ഡേയ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഡേ പ്രൊട്ടക്ഷനുണ്ട്, നൈറ്റ് പ്രൊട്ടക്ഷനുണ്ട്. ഇത് രണ്ടും കറക്റ്റായി വന്നു കഴിയുമ്പോൾ ഞാൻ അവർക്ക് ആ ശിവോഹം ദീക്ഷ കൊടുത്ത് അവർക്കൊരു ബൗദ്ധിക് മെസ്സേജ് കൊടുത്ത് അവരുടേതായിട്ടുള്ള ശിവോഹമാക്കി കൊടുക്കും. അവർക്ക് വേറൊരാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ആ ഒരു എബിലിറ്റിയിലേക്ക് മാറ്റിയെടുക്കും. ഇത് കഴിഞ്ഞാൽ ഇതിനൊരു സിംബോളിക് വെർഷനുണ്ട്. അതൊന്നും ഒരിക്കലും ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ്ലി മാത്രം ചെയ്യാൻ പറ്റുന്നത്. അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അത്രയും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഡയറക്റ്റ്ലി ശിവോഹത്തിൻ്റെ സിംബോളിക് പ്രൊട്ടക്ഷൻ നമുക്ക് നേരിട്ടിരുന്നു കൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാം. മുൻപ് രാവിലെയും രാത്രിയും ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ടൂളിനപ്പുറം ശിവോഹം സിംബോളിക് ഉണ്ട്. ഈ സിംബോളിക്കിനെ കൂടുതൽ പവർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ ശിവോഹ ത്രാടക പഠിപ്പിച്ചു കൊടുക്കും. ശിവോഹ ത്രാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാന്റെ, അതായത് മഹാദേവൻ്റെ സാക്ഷാൽ പരമേശ്വരൻ്റെ 3ാം കണ്ണിനെ ഇമാജിൻ ചെയ്തുകൊണ്ട് ത്രാടകയിൽ എംബഡി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദീപത്തിൻ്റെ പ്രകാശം ഇങ്ങനെ പരക്കുന്ന സമയത്ത് അവിടെ മഹാദേവൻ്റെ കണ്ണുകളായിരിക്കും നമ്മൾ വിഷ്വൽ ചെയ്യാൻ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കണ്ണല്ല, നമ്മൾ എവിടെ നോക്കിയാലും കണ്ണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ ഒരുപാട് പേര് വിളിച്ചിട്ട് മഹാദേവൻ്റെ പ്രസൻസ് ഉണ്ട്, ഡമരു കാണാൻ പറ്റുന്നുണ്ട്, അവർക്ക് ദശനാദങ്ങൾ കേൾക്കാൻ പലർക്കും പറ്റുന്നുണ്ട്. പല കോൾസ് എനിക്ക് വരാറുണ്ട്. ഈ കമൻസ് തന്നെ ഒത്തിരി പേരുണ്ട്. വൈറ്റ് എനർജി കാണാൻ പറ്റുന്നുണ്ട്, ബോഡിയുടെ ചുറ്റും വൈറ്റ് എനർജി ഉണ്ട്, പല സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവമുണ്ട്. പക്ഷേ ഈ ത്രാടകയിലേക്ക് വരുമ്പോൾ 2 or 3 പേര് എന്നോട് മഹാദേവൻ്റെ തൃക്കണ്ണ് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോപ്പർ തൃക്കണ്ണിനെ നമ്മൾ പ്രണമിച്ചുകൊണ്ട് ആ തൃക്കണ്ണിനെയാണ് നമ്മൾ സങ്കല്പം ഇടുന്നത് ആ ത്രാടകയിലേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നർ കോൺഷ്യസ് അടുത്ത ലെവലിലേക്ക് വരും. ഒരു ചൈതന്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം ലെവലിലേക്ക്, അതൊരു വിശ്വാസപരമായി പോകുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്കാണെങ്കിൽ അവരുടെ ഇന്നർ സ്ട്രെങ്ത് കൂട്ടാൻ കാഴ്ചശക്തി, പിന്നെ അവരുടെ ഒരു തേർഡ് ഐ ഓപ്പൺ, അതായത് ഈ എത്രയോ സമയം മെഡിറ്റേഷൻ ഇരുന്നാലാണ് പല കാര്യങ്ങളും നമുക്ക് നടക്കുമോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ഇത് വളരെ ത്രാടകം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കണ്ണുകൊണ്ട് കാഴ്ച ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആ സംഭവം വരും. പിന്നെ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന പ്ലേസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ വ്യക്തമായ പിക്ചർ നമുക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കും. കുറച്ച് സമയം കണ്ണടച്ചിരുന്നാൽ മതി. ത്രാടക പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, പക്ഷേ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടട്ടെ. നന്ദി. അതെ, പ്രതിവേട്ടം പറഞ്ഞ പോലെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടട്ടെ. നിയോഗം പോലെ എല്ലാവരും എത്തിച്ചേരട്ടെ. അതെ.